നന്ദനയുടെ പേരിലുള്ള പ്രമാണം തട്ടിയെടുക്കാനുള്ള സുമിത്രയുടെയും ശേഖരന്റെയും ശ്രമം. ഈ ആധാരം നന്ദനയുടെ പേരില്ല. പക്ഷെ അവളിപ്പോഴും നിന്റെ വരുതിയില്ല. സുമിത്ര പറയുന്നത് പോലെ മാത്രമേ അവൾ ചെയ്യാൻ പാടുള്ളൂ. അതങ്ങനെയുള്ളൂ. പഞ്ചായത്ത് മെമ്പർ ശിവരാമന് കൊടുക്കാനുള്ള പണവുമായി പനക്കൽ വീട്ടിലെത്തുന്നു. നന്ദനയ്ക്കുണ്ടായ ദുർവിധിയിൽ മനംനൊന്ത് ഹരിപ്രസാദ്. തലയിലെടുത്ത് തിരുത്തി എഴുതാൻ ആര് വിചാരിച്ചാലും കഴിയില്ല. നമ്മുടെ കയ്യബദ്ധത്തിന് വിധിയെ പഴിക്കുന്ന എന്തിനാമേ? അത് ഒഴിഞ്ഞു മാറി രക്ഷപ്പെടലാണ്. പനക്കൽ വീട്ടിലെത്തുന്ന LIC ഏജന്റ്. LIC പണം എങ്ങനെയും തട്ടിയെടുക്കാനുള്ള ശേഖരന്റെയും സുമിത്രയുടെയും ഗൂഢാലോചന. നന്ദനയെ കൊണ്ട് സൂത്രത്തിൽ ചെക്കിൽ ഒപ്പിടിപ്പിക്കുന്ന സുമിത്ര. ശേഖരന്റെ നിർദ്ദേശപ്രകാരം LIC ഏജന്റിന് പണം നൽകി കൊടുത്ത ചെക്ക് തിരികെ വാങ്ങുന്നു. ചെമ്പിരിക്കൽ വീട്ടിൽ ഹരിപ്രസാദിന് വേണ്ടി ഒരിക്കൽ കൂടി നന്ദനയെ ആലോചിക്കാനുള്ള തീരുമാനം. തുറന്നു പറയാം, ഒരു മുഹൂർത്തം നിശ്ചയിച്ച് ഇവിടുത്തെ നന്ദനയെ കല്യാണം കഴിക്കാൻ ഞങ്ങളുടെ പയ്യൻ തയ്യാറാണ്. ഞങ്ങൾക്കും അത് സമ്മതമാണ്. ഇനി ഇവിടുത്തെ അഭിപ്രായം കൂടി അറിഞ്ഞാൽ മതി. സമ്മതമല്ല. ഒരിക്കൽ ആലോചിച്ചുറപ്പിച്ചതാ, അന്ന് നടന്നില്ല. മുടങ്ങിയ കല്യാണം വീണ്ടും നടത്തിയ ശരിയാവില്ല. അതുകൊണ്ട് ഈ കാര്യം ആലോചിക്കണ്ട. അല്ല, അന്ന് കല്യാണം മുടങ്ങിയത് ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ്. ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് മറ്റാരുമല്ല, സുമിത്രയാണ്. എന്താ അല്ലാന്നുണ്ടോ? കഴിഞ്ഞത് കഴിഞ്ഞു. അതൊന്നും വീണ്ടും വിളമ്പണ്ടാന്ന് നിങ്ങൾ തന്നെയല്ലേ ശകലം മുമ്പ് പറഞ്ഞത്. അതുകൊണ്ട് കല്യാണം മുടങ്ങിയതിനെ പറ്റി ചോദ്യം ഉത്തരം വേണ്ട. അത് പോട്ടെ, സുമിത്ര പറഞ്ഞതുപോലെ കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് കരുതി ആ അധ്യായം പാടെ അടച്ചു കളയണോ? സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് രണ്ടു കൂട്ടർക്കും അറിയാം. ഹരിക്കും നന്ദനയ്ക്കും അറിയാം. ഇവിടുത്തെ കുട്ടിക്ക് ഇനിയായാലും ഒരു കല്യാണം വേണം. എൻ്റെ മോനും പെണ്ണ് കെട്ടണം. അവൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഒരു തെറ്റുപറ്റി അത് തിരുത്താൻ ഒരു അവസരം വേണമെന്ന്. ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് തോന്നി. അതാ ഞങ്ങൾ വന്നത്. ഇവിടുത്തെ പെണ്ണിനെ ഇനി കെട്ടിക്കോ കെട്ടിക്കാതിരിക്കോ അത് ഞങ്ങളുടെ കാര്യമാണ്. മറ്റാരും അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇങ്ങോട്ട് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചു, അതുകൊണ്ട് ഞാനും തുറന്നു പറയാം. നിങ്ങളുടെ പയ്യനുമായിട്ടുള്ള ഈ ബന്ധം എനിക്കിഷ്ടമല്ല. അത് നടക്കില്ല. അല്ല സുമിത്രേ, അവനും അവൾക്ക് ഈ കാര്യത്തിൽ താല്പര്യമുണ്ടെങ്കിലോ? അവളുടെ കാര്യം വിട്, അത് ഞാൻ നോക്കിക്കോളാം. ഇനി അവന് അത്രയ്ക്ക് താല്പര്യമാണെങ്കിൽ വിളിച്ചിറക്കൊണ്ട് പൊക്കോ. പ്രായപൂർത്തിയായവരല്ലേ, അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പക്ഷെ ഒരു കാര്യം, 5 പൈസയുടെ വക ഇവിടുന്ന് കിട്ടുമെന്ന് കരുതണ്ട. സ്ത്രീധന പണം ഉദ്ദേശിച്ച് വന്നവരല്ല ഞങ്ങള്. പിന്നെ സഹതാപം കൊണ്ടാ വന്നത്. ഇങ്ങനെ മുഷിച്ച് സംസാരിക്കുന്നത് എന്തിനാ സുമിത്രേ? പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും. അതാ എന്റെ രീതി. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാനിത് പറഞ്ഞിരിക്കും. സ്വത്തിന്റെ കാര്യം മാത്രമല്ല, ഇനിയുണ്ട് പറയാൻ. എന്റെ വാക്ക് മറികടന്ന് നന്ദനെ നിങ്ങളുടെ മോനെ കൊണ്ട് കെട്ടിച്ചാ അവളെ പിന്നെ ഈ പടി കടത്തില്ല ഞാൻ. അതിന് സുമിത്ര വേറെ ജനിക്കണം. എന്ന് വെച്ചാ വീടും കൂടും ഇല്ലാത്ത ഒരു അനാഥ പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിന് തുല്യമായിരിക്കും. അങ്ങനെ ഒരു ബന്ധം വേണമെന്ന് ആലോചിച്ച് നോക്ക്. അവളെ തന്നെ കെട്ടിയടങ്ങുന്ന അവനെന്താ ഇത്ര നിർബന്ധം? ആമ്പിള്ളേരായ വാശി വേണം, അഭിമാനം വേണം. പിള്ളേർക്ക് മാത്രം പോരാ, വീട്ടുകാർക്കും വേണം ഈ പറഞ്ഞ അഭിമാനം. ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത്. ഇങ്ങോട്ട് വന്നതേ ശരിയായില്ലെന്ന് ഇപ്പൊ തോന്നുന്നു. വാ ചേട്ടാ. അമ്മേ, അമ്മ കാണിച്ചോട്ട് ശരിയായില്ല. മുൻവശത്തെ വാതിലടച്ചാണോ ശരിയാവാത്തത്? നേരത്തെ അത് അടച്ചിരുന്നെങ്കിലേ ആവശ്യമില്ലാത്തൊരു കയറി വരില്ലായിരുന്നു. കളിയാക്കണ്ട. എത്ര മര്യാദയുള്ളവരായിട്ടാ വീണ്ടും ആലോചനയായിട്ട് അവര് വന്നത്. എനിക്കേ മര്യാദ കുറച്ച് കുറവാ. അമ്മേ, നന്ദേച്ചി ഹരിയേട്ടനും തമ്മിലുള്ള കല്യാണം നടന്ന എന്താ ഇപ്പൊ കുഴപ്പം? അമ്മ എന്തിനാ അതിനെ എതിർക്കുന്നേ? അവരോട് പറഞ്ഞത് ഒളിച്ചൊന്നും നീയും കേട്ടല്ലേ? എനിക്കിഷ്ടമല്ല, സമ്മതമല്ല, അത്രേ ഉള്ളൂ. അതിനുള്ള കാരണമാ ഞാൻ ചോദിച്ചേ. അമ്പിളി, നീ ചോദ്യം ചെയ്യാ? ദേ, അച്ഛൻ മരിച്ചിട്ട് അധികം കഴിഞ്ഞില്ലെന്ന് വിചാരിക്കില്ല. ഒന്ന് വെച്ചു തരും ഞാൻ. അടിച്ചാലും വേണ്ടില്ല, എനിക്ക് കാര്യം അറിയണം. അച്ഛൻ മരിച്ചിട്ട് അധികം ആയില്ലെന്ന് അമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ. എന്നെ ഇതും കൂടി ഓർത്തോ. അച്ഛനായിട്ട് ഉറപ്പിച്ചതാ നന്ദേച്ചി ഹരിയേട്ടനും തമ്മിലുള്ള കല്യാണം.
പക്ഷെ അത് കാണാനുള്ള ഭാഗ്യം അച്ഛനുണ്ടായില്ല. അപ്പോ കല്യാണം നടത്തി കൊടുക്കാൻ അമ്മയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലേ? എന്ത് ഉത്തരവാദിത്വം? ഒരു ചുക്കുമില്ല. ആ കാര്യം നിന്റെ അച്ഛൻ അറിയായിരുന്നു. എത്ര നാൾ നന്ദേച്ചി എങ്ങനെ ശ്വാസം മുട്ടിക്കും അമ്മേ? എനിക്കാവുന്നിടത്തോളം കാലം. എന്താ അറിയാ വയ്യാഞ്ഞിട്ട് ചോദിക്ക, ആ പാവത്തിനോട് എന്തിനാ അമ്മയ്ക്ക് ഇത്ര വിരോധം? എന്റെ കെട്ടുതാലി അറുത്തതേ അവളാ. എന്നെ വിധവയാക്കിയിട്ട് അവൾ അങ്ങനെ സുമംഗലി ആവണ്ട. അവൾ അവിവേകം കാണിച്ച വിഷമത്തിൽ നെഞ്ചു പൊട്ടിയാ ശിവരാമേട്ടൻ മരിച്ചത്. ചേച്ചി അങ്ങനെ ചെയ്തത് കല്യാണം മുടങ്ങിയത് കൊണ്ടാ. അത് ചെയ്തത് അമ്മയല്ലേ? അപ്പോ അമ്മ കാരണമല്ല അച്ഛൻ. നീ ആണെങ്കിലേ കൊണ്ട് കേസ് കൊടുക്ക്. വക്കാലത്തിന് വന്നിരിക്കുന്നു. വെറുതെ പോയി നാണം കെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിന്റെ മുഖം തെളിഞ്ഞു കാണാനാ അങ്ങോട്ട് പോയത്. എന്നിട്ട് ഞങ്ങളുടെ മുഖത്ത് കരിവാരി തേച്ചു. ഇങ്ങനൊരു പ്രതികരണം ഞാനും പ്രതീക്ഷിച്ചില്ല. ഒരാൾക്ക് സ്വന്തം അഭിപ്രായം പറയാം, നിലപാടും അറിയിക്കാം. പക്ഷേ ഇങ്ങനെ മുഖത്തടിക്കുന്ന പോലെ പെരുമാറുക എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ മനഃപൂർവ്വം അങ്ങനെ ഒരു നിലപാടെടുത്താണ് അച്ഛാ. നിങ്ങൾ പിണങ്ങണം, എന്നിട്ട് ഈ ആലോചന എന്ത് പിന്മാറണം. അതാണ് അവർ മനസ്സിൽ കണ്ടത്. അവിടെ മറ്റാരും ഇല്ലായിരുന്നോ? ആരുണ്ടായിട്ടെന്താ? സുമിത്ര വിചാരിക്കുന്നതേ ആ വീട്ടിൽ നടക്കൂ. ശിവരാമേട്ടൻ ഉണ്ടായിരുന്നപ്പോഴും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. സുമിത്രയുടെ അഭിപ്രായം അനുസരിച്ച് ആ കാര്യങ്ങൾ നടന്നിരുന്നത്. ആ പാവം മനുഷ്യൻ വീടിനകത്തെ വീർപ്പും മുട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടെന്നാ നാട്ടുകാർ പറയുന്നത്. അല്ല, ഒരു നല്ല കാര്യത്തിനല്ലേ നിങ്ങൾ ചെന്നത്? എന്നിട്ട് സുമിത്ര ഇങ്ങനെ പെരുമാറിയത്? നമുക്കല്ലേ നല്ല കാര്യം, അവർക്കങ്ങനെ അല്ലെങ്കിലോ? ആ വീട്ടിൽ ആടും പശുവും കോഴിയും ഒക്കെ ഉണ്ട്, പോരാത്തതിന് കൃഷിയും. ശമ്പളം കൊടുക്കാതെ എല്ലാം നോക്കി നടത്താൻ സുമിത്രയ്ക്ക് ഒരു ജോലിക്കാരി വേണം. അതാണ് നന്ദന. അവളെ കെട്ടിച്ചു വിട്ടാ പിന്നെ വീട്ടുജോലികളൊക്കെ ആര് നോക്കും? സുമിത്രയുടെ സംസാരത്തിന് മറുപടി പറയാൻ മേലാഞ്ഞിട്ടല്ല, 4 നല്ല വർത്തമാനം പറയാൻ എനിക്കും അറിയാം. പക്ഷേ അത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല. പിന്നെ നിങ്ങളെ ഓർത്തു, പ്രത്യേകിച്ച് ഇവനെ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? അതിന് എടുത്തു പറയണോ? ആ ബന്ധം ശരിയാവില്ല. ദേ, അച്ചുവട്ടം പറഞ്ഞ പോലെ ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കും. ഇത്തരം അഹങ്കാരികളുടെ കുടുംബവുമായി ബന്ധം സ്ഥാപിച്ചാലേ ശരിയാവില്ല. ഹരി, നമുക്ക് ആ ബന്ധം വേണ്ട മോനെ. നീ അതങ്ങ് മറന്നേക്ക്. പറ്റില്ല അച്ഛാ, എനിക്ക് നന്ദനെ മറക്കാൻ പറ്റില്ല. ആഹാ, ഈ ലോകത്തൊന്നും അല്ലാന്ന് തോന്നുന്നു. ആരെ സ്വപ്നം കണ്ടോണ്ടിരിക്കുക? അധിക സ്വപ്നമൊന്നും കാണണ്ട. അങ്ങനെ വല്ല കിനാവും മനസ്സിലുണ്ടെങ്കിലേ അത് കയ്യോടങ്ങ് വാങ്ങി വെച്ചേക്ക്. മനസ്സിലൊന്ന് വെച്ചോണ്ട് മറ്റൊരു തരത്തിൽ പ്രവർത്തിക്കാൻ എനിക്ക് പറ്റില്ല. എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയാണ് ഞാൻ ഓരോന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിയാൽ കൊള്ളാം. കേൾക്കുന്നുണ്ടോ പറയുന്നതൊക്കെ? കൊള്ളാം. രാത്രിയിൽ ഈ ജനലൊക്കെ തുറന്നിട്ടുണ്ടാണ് കിടന്നുറങ്ങുന്നത്. ഒന്നാമതേ മഴക്കാലം. വല്ല കള്ളന്മാരും കയറി അറിയത്തോടില്ല. കട്ടോണ്ട് പോകുന്നത് മാത്രമല്ല, തലക്കിട്ട് അടിയും കൊള്ളും. ഈ അലമാരിയുടെ താക്കോലെവിടെ? താക്കോൽ ഇവിടെയാ സൂക്ഷിക്കുന്നത്? കൊള്ളാം, ആരും കണ്ടുപിടിക്കത്തില്ല. ഇത്രയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലേ നിനക്ക്? കല്യാണത്തിനടുത്ത ഡ്രസ്സും ആഭരണവും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടോ? അതോ ആരെങ്കിലും എടുത്തോണ്ട് പോയോ? നോക്കട്ടെ, തുറക്കാൻ. എല്ലാം ഉണ്ടല്ലോ അല്ലേ? ഒരു ജോഡി വള കാണുന്നില്ലല്ലോ. എല്ലാത്തിലും ഉണ്ടമ്മേ. ആ, എല്ലാം കൂടി എത്ര രൂപയുടെ മുതലാണെന്ന് അറിയോ? എന്നിട്ടാ ഈ അലമാരിയിൽ അശ്രദ്ധമായി വെച്ചിരിക്കുന്നേ. താക്കോൽ അവിടെ തന്നെ വെച്ചിരിക്കുന്നു. ആരെങ്കിലും കൊണ്ടുപോകാതിരുന്ന ഭാഗ്യം. ഒരു കാര്യം ചെയ്യാം,
ഇനി ഇതെല്ലാം ഞാൻ തന്നെ സൂക്ഷിച്ചോളാം. പറഞ്ഞത് കേട്ടോ? ഇനി ഈ സ്വർണവും ഡ്രസ്സും ഒക്കെ എൻ്റെ മുറിയിൽ സൂക്ഷിക്കാന്ന്. വാങ്ങിച്ചാൽ മാത്രം പോരാ, അനുഭവിക്കാനും യോഗം വേണം. അതില്ലാത്തവര് അതിൻ്റെ മുകളിൽ അടയിരുന്നിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിലും ഇനി നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ പോകുന്നത് ഞാനാ. എന്ന് വെച്ചാൽ തന്നിഷ്ടത്തിന് ഒന്നും നടക്കില്ലാന്ന്. കിടന്നുറങ്ങാൻ നോക്കടി. കരണ്ടേ ചുമ്മാ കിട്ടുന്നതല്ല. ചേച്ചി, എല്ലാം കൊണ്ടുപോയോ? എന്തൊരു സാമർഥ്യം! എന്തിനാ നന്ദേച്ചി എല്ലാം അമ്മയ്ക്ക് കൊടുത്തത്? അതിനെന്ത് അർഹത അമ്മയ്ക്കുള്ളത്? അച്ഛൻ ചേച്ചിക്ക് വേണ്ടി വാങ്ങിയതെല്ലാം അത് മറ്റാർക്കും അവകാശപ്പെട്ടതല്ല. അതെനിക്ക് പ്രയോജനപ്പെട്ടില്ലല്ലോ. പ്രയോജനപ്പെടുത്തിയില്ലെന്ന് പറ. അനുഭവിക്കാൻ യോഗം വേണമെന്ന് അമ്മ പ്രസംഗിക്കുന്ന കേട്ടല്ലോ. ആ യോഗം ഇല്ലാതാക്കിയത് അമ്മയല്ലേന്ന് മുഖത്ത് നോക്കി ചോദിക്കാഞ്ഞതെന്താ? ചേച്ചി കാണിച്ചതേ അബദ്ധവാ. ദേ, ആ സ്വർണ്ണം ഇനി തിരിച്ചു കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? സൂക്ഷിച്ചു വെക്കാനാണ് പോലും. അത് പോയത് തന്നെ. അത് സാരമില്ല മോളെ. എനിക്കെന്റെ അച്ഛനെ നഷ്ടപ്പെട്ടില്ലേ, അതിലും വിലപ്പെട്ടതായി ഒന്നുമില്ല എനിക്ക്. ചേച്ചി കൊണ്ടുപോയിക്കോട്ടെ. അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. യോഗം വേണം എന്തിനും. മോള് ചെന്നുറങ്ങ്. ചെല്ല്. ചേച്ചി, പെട്ടെന്നൊന്നിങ്ങോട്ട് വാ. കാര്യം എന്താന്ന് പറ. ചേച്ചിക്ക് ഒരു രജിസ്റ്റേർഡ് കത്തുണ്ട്, ഒപ്പിട്ട് വാങ്ങണം. രജിസ്റ്റേർഡോ? പെട്ടെന്ന് വാ. ഞാൻ ഒപ്പിട്ട് വാങ്ങിച്ചു. എന്താന്ന് നോക്ക്. LICയുടെ ചെക്ക. ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ പണം 5 ലക്ഷം രൂപ തന്നെ ഉണ്ടോന്ന് നോക്കുമോളെ. അതെ. എവിടെ കാണട്ടെ. കാണാൻ എന്താ, ഇത് ചെക്കല്ലേ, ബാങ്കിൽ കൊടുത്ത് മാറണം. നിന്നോട് ആരും അഭിപ്രായം ചോദിച്ചില്ല. ഓ, വെച്ച് താമസിപ്പിക്കണ്ട. ഇപ്പൊ തന്നെ ബാങ്കിലോട്ട് പോ, ചെന്ന് മാറ്റിയെടുക്ക. നാളെ ആയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലമ്മേ. ചേടാ, എന്തിനാ ഇപ്പൊ മുടക്കം കൊണ്ട് നിൽക്കുകയാണല്ലോ. പോകുന്ന നന്ദിനിയല്ലേ, നിനക്കെന്താ കുഴപ്പം? മോള് ചെല്ലു. ഇത്തരം കാര്യങ്ങൾ പിന്നീടാവട്ടെ എന്ന് കരുതി മാറ്റി വെച്ചൂടാ. ഞാൻ പോവാം. അല്ല, ചേച്ചിയിട്ടിരിക്കുന്ന ഡ്രസ് ഒന്ന് മാറ്റിയിട്ട് ബാങ്കിൽ പോയ പോരെ, അതോ ഈ വേഷത്തിൽ തന്നെ പോണോ? മോള് ചെല്ലു. കേറിപ്പൊടി.
ബാങ്കിൽ പോയിട്ട് എന്ത് ചെയ്യാനാ പ്ലാൻ? ചെക്ക് കൊടുക്കും. ഒപ്പോ മറ്റോ ഇടണമെന്ന് അറിയില്ല. ക്യാഷ് എപ്പോഴാണാവോ കൈ കിട്ടുക? പണം കൈ കിട്ടുമ്പോ എന്ത് ചെയ്യുമെന്ന എന്റെ ചോദ്യം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? 500 1000 ഒന്നും അല്ല, 5 ലക്ഷം രൂപയാ കയ്യിൽ വരാൻ പോകുന്നത്. ആരുടെ ഔദാര്യമല്ല അത്. നമ്മുടെ അച്ഛൻ ചേച്ചിക്കായി കണ്ടുവച്ച കരുതലാണ് ആ തുക. ആ പണം ചേച്ചിക്ക് മാത്രം ഉള്ളതാ. ആരോടും ഒരു മഹാമനസ്കതയും കാണിക്കണ്ട. അതിന്റെ ആവശ്യവുമില്ല. കാരണം ചേച്ചിയോട് ആരും ഒരു ഔദാര്യവും കാണിച്ചിട്ടില്ല, നമ്മുടെ അച്ഛനൊഴികെ. ഉണ്ടോ? ചേച്ചിക്ക് അവകാശപ്പെട്ട സ്ഥലം എന്തായാലും കിട്ടാൻ പോകുന്നില്ല. അതിനെ ചൊല്ലിയാണല്ലോ പല പ്രശ്നങ്ങളും ഉണ്ടായത്. ഇനിയുള്ളത് ഈ 5 ലക്ഷമാ. ചക്കരവാക്ക് പറഞ്ഞ് പലരും ഇതിന്റെ പങ്കുപറ്റാൻ വരും. അതാരൊക്കെയാണെന്ന് ഞാൻ സൂചിപ്പിക്കണ്ടല്ലോ. കൊടുക്കരുത്, ആർക്കും കൊടുക്കരുത്. അച്ഛൻ എന്റെ ചേച്ചിക്ക് തന്ന അനുഗ്രഹമായി തുക. അർഹിക്കുന്ന ആൾ മാത്രമേ അനുഭവിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അച്ഛന്റെ ആത്മാവ് അത് പൊറുക്കില്ല. ഹൈസ്കൂളിന്റെ അടുത്തൊരു ട്യൂഷൻ സെന്റർ ഉണ്ട്. അതിന് അവിടെ നിന്ന് എന്നെ വിളിച്ചിരുന്നു കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാനായിട്ട്. ഫാഷൻ ഡിസൈനിങ് പഠിച്ച നീ എന്ത് ട്യൂഷൻ എടുക്കാനാ? അതോ അവിടെ ഫാഷൻ പരേഡാണോ പഠിപ്പിക്കുന്നത്? UP സെക്ഷനിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. ശമ്പളത്തിന്റെ കാര്യം സംസാരിച്ചോ? അത് ക്ലാസ് എടുത്ത് തുടങ്ങിയിട്ട് അവർ പറയും. ട്യൂഷൻ സെന്ററുകാർ നിന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചാണോ അതോ? ഞാൻ ഇടയ്ക്ക് അവിടെ ഒന്ന് ചോദിച്ചിരുന്നു. അത് ശരി. എന്നിട്ട് ഇവിടെ ഈ കാര്യം ആരോടും ആലോചിച്ചില്ലല്ലോ? വിളിക്കോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ടാവാന്ന് കരുതി. എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു? പറ, ട്യൂഷൻ എടുക്കുന്നുണ്ടോ? എനിക്ക് പോണമെന്നുണ്ട്. എന്നാ നീ പോകുന്നില്ല? അമ്മേ, തന്ത ചത്തിട്ട് ചൂടാറിയിട്ടില്ല. അതിനു മുമ്പ് ജോലിക്ക് വിട്ടിട്ട് വീട്ടിലിരുന്ന് ഉണ്ട് സുഖിക്കുകയാണെന്ന് നാട്ടുകാരെ കൊണ്ട് എന്നെ പറയിപ്പിക്കണോ? പറയിക്കണോടി നിനക്ക്? അവളുടെ ഒരു ട്യൂഷൻ ടീച്ചർ വന്നിരിക്കുന്നു. അമ്മേ, അങ്ങനെയുള്ള ജോലിയൊന്നും അല്ല. രാവിലെയും വൈകിട്ടും ഓരോ മണിക്കൂർ. പിന്നെ അവധി ദിവസങ്ങളിലും കുറച്ച് സമയത്തേക്ക് പോയാൽ മതി. ആ സമയത്ത് ഇവിടുത്തെ ആടിനും പശുവിനും ഒക്കെ ആര് നോക്കും? അതോ നീ ഇവറ്റകളെയും കൂടെ കെട്ടിവലിച്ചോണ്ട് പോവോ? ട്യൂഷൻ സാറ് കളിച്ച് ഈ വീടിന്റെ പുറത്തു പോകാനുള്ള നിന്റെ അതിബുദ്ധി ഉണ്ടല്ലോ, അതിവിടെ നടക്കില്ല. അങ്ങനെയൊന്നും വിചാരിച്ചല്ലമ്മേ. ഇവിടെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി. വെറുതെ ഇരിക്കണോന്ന് ആര് പറഞ്ഞു? 2 പശുവിനെ കൂടെ വാങ്ങിക്കാൻ പോവാ. അമ്മേ, ഞാൻ അവരോട് വാക്ക് പറഞ്ഞു പോയി. ആരോട് ചോദിച്ചു? ആ വാക്കങ്ങ് മാറ്റി പറഞ്ഞേരെ. അമ്മ, നീ ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുന്നില്ല. ഇനി അതിനെപ്പറ്റി ഒരു സംസാരം വേണ്ട. പോയി പശുവിന് പുലർത്തോണ്ട് വാ. നീ ചോദിച്ചപ്പോ തന്നെ അവൾ ആഭരണം എടുത്തു തന്നോ സുമിത്രേ? പിന്നെ തരാതെ? അല്ലെങ്കിൽ ഞാൻ പിടിച്ചു വാങ്ങിക്കുമെന്ന് അവൾക്കറിയാം. അല്ല, ഇരുന്ന് വല്ലതും എടുത്തു മാറ്റി വെച്ച് കാണുമോ? അതിന് സമയം കിട്ടണ്ടേ? ഞാൻ ചോദിച്ചതും വാങ്ങിച്ചതും എല്ലാം 5 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു. നല്ല ഭംഗിയുണ്ട്. ഈ ഡിസൈനിലുള്ളത് സുതക്കില്ലല്ലോ. സ്വർണം കയ്യിലുണ്ടെങ്കിൽ ഡിസൈൻ മാറ്റാനാണോ പ്രയാസം? ഇതിനിപ്പോ എന്ത് ചെയ്യാനാ സുമിത്ര ഉദ്ദേശിക്കുന്നത്? വരട്ടെ, ആലോചിച്ച് ചെയ്യാം.
സുമിത്ര ഒറ്റയൊരുത്തിയുടെ സഹായം കൊണ്ടാ സുധയ്ക്ക് ഒരു കെട്ടുതാലി കിട്ടിയത്. ശിവരാമൻ കോൺട്രാക്ട് അളിയന്റെ മോളുടെ കല്യാണം നടത്തിക്കൊടുത്തു എന്നാ കേൾവി. പക്ഷെ അതിന്റെ പിന്നിൽ നീയായിരുന്നു എന്ന് എനിക്കറിയാം. മരിക്കോളെ ഏട്ടനത് മറക്കില്ല. എന്നോട് എന്തിനാ ശേഖരേട്ട ഇങ്ങനെയൊക്കെ പറയുന്നേ? അതെന്റെ കടമയല്ലേ. ഇന്നത്തെ കാലത്ത് ആരാ കടമയും കർത്തവ്യമൊക്കെ ചെയ്യുന്നത്? എല്ലാവർക്കും അവനവന്റെ കാര്യമല്ലേ. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. ആ അത് പോട്ടെ. രഘുവരൻ ഇനി എന്താ പ്ലാൻ? ആ അത് പറയാൻ കൂടിയാ ഞാൻ വന്നത്. ഞങ്ങളിനി എന്ത് ചെയ്താലും സുമിത്രയോട് ആലോചിക്കണ്ടേ? നന്ദികേട് കാണിക്കുന്നതിനല്ല ശേഖരൻ. എന്തെങ്കിലും ഒരു ബിസിനസിന്റെ പരിപാടി തുടങ്ങണമെന്നാ രഘുവരന്റെ പ്ലാൻ. എന്താ കുഴപ്പമുണ്ടോ? അത് നന്നായി ഏട്ടാ. ഇനിയുള്ള കാലത്ത് ബിസിനസ് കൊണ്ട് എന്തെങ്കിലും നേട്ടമുള്ളൂ. വാസ്തവം. റബ്ബറിന് വിലയുണ്ടെന്നും പറഞ്ഞ് ഉള്ള സ്ഥലത്തൊക്കെ റബ്ബർ തൈ വെച്ചു. എന്നിട്ടിപ്പോ എന്തായി? കൃഷിക്കാർ റബ്ബർ ഷീറ്റ് കത്തിച്ചും കാറ്റിൽ പറത്തിയും സമരം ചെയ്യുക. കച്ചവടമാകുമ്പോ ആ ഒരു പേടി വേണ്ടല്ലോ. എന്ത് ബിസിനസ്സാ രഘുവരൻ ഉദ്ദേശിക്കുന്നേ? പെട്രോൾ പമ്പോ മെഡിക്കൽ സ്റ്റോറോ ഒക്കെയാണ് രഘുവരന്റെ മനസ്സില്. എന്നോട് പറഞ്ഞില്ല, സുധിയോട് സൂചിപ്പിച്ചു. പക്ഷേ അതൊക്കെ നമ്മുടെ കയ്യിൽ ഒതുങ്ങോ? വലിയ മുതൽ മുടക്ക് വേണ്ടേ? വേണം. അതുകൊണ്ട് ഞാൻ അത്ര താല്പര്യം കാണിച്ചില്ല. അല്ലെങ്കിൽ പിന്നിൽ ആരെങ്കിലും ഒന്ന് കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ പച്ചക്കറിയുടെയും ഫ്രൂട്ട്സിന്റെ ഒക്കെ സ്റ്റോൾ തുടങ്ങാൻ പറ. നല്ല ലാഭം ഉണ്ടെന്നാ പറയുന്നേ. ചെറിയ തോതിൽ തുടങ്ങിയിട്ട് പിന്നീട് വിപുലപ്പെടുത്താം. ശേഖരൻ എന്താ ആലോചിക്കുന്നേ? എല്ലാ തൊഴിലും അതിൻ്റെതായിട്ടൊരു അന്തസ്സില്ലേ സുമിത്രേ? എന്നാലും സുധയുടെ ഭർത്താവ് ഒരു പച്ചക്കറി കടയും വെച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞാ അതൊരു കുറച്ചിലല്ലേ? അനക്കലെ സുമിത്രയുടെ ബന്ധത്തിലുള്ള പയ്യന് പയറിന്റെയും പാവയ്ക്കയുടെയും കച്ചവടം എന്ന് പറഞ്ഞാ നാണക്കേട് നിനക്കും കൂടിയാ. ഞാൻ പറഞ്ഞ ശരിയല്ലേ? പിന്നെ ഇപ്പോ എന്ത് ചെയ്യണമെന്ന് ശേഖരന്റെ അഭിപ്രായം? അത് പഞ്ചായത്ത് ഓഫീസിന്റെ അടുത്ത് 2 ഷട്ടർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പുതിയ കടയാ, ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. അവിടെ റെഡിമെയ്ഡ് തുണിയുടെ ബിസിനസ് തുടങ്ങിയാൽ നന്നായിരിക്കുന്ന രഘുവരൻ പറയുന്നത്. ടെക്സ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ അതിനൊരു അന്തസ്സുണ്ട്. സുധയ്ക്ക് വേണമെങ്കിൽ കടയിൽ പോയിരിക്കാം. അത് നല്ല കാര്യ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യ് ശേഖരേട്ടാ. ചെയ്യാം. പിന്നെന്താ ഒരു തടസ്സം?